പ്രധാനപ്പെട്ട 24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. മർദ്ദിച്ചുവെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ വിശദീകരണം തള്ളി മുൻ മാനേജർ വിപിൻ കുമാർ. കേസ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണി മുകുന്ദൻ തന്നെ തള്ളിപ്പറഞ്ഞതെന്ന് വിപിൻ കുമാർ 24നോട് പറഞ്ഞു. പുതിയ പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. താൻ ഉണ്ണി മുകുന്ദന്റെ ഡിസിഷൻ മേക്കർ ആയിട്ടില്ല എന്നും വിപിൻ കുമാർ 24നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിലേക്ക്: എത്രയോ സ്റ്റേജുകളിൽ തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. എത്രയോ ആൾക്കാർക്ക് നമ്പർ അയച്ചു കൊടുക്കുന്നത് വിപിൻ മാനേജർ എന്നാണ്. പിന്നെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. പിന്നെ ഞാൻ മാനേജറാണ് അല്ലെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അത് ഞാൻ പറയുന്ന നിങ്ങൾക്ക് പബ്ലിക് പ്ലാറ്റ്ഫോംസിലുണ്ട് ഞാൻ ആരാണ് പുള്ളിയുടെ എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ഒരുപാട് പേര് കഥ പറയാനും ഒക്കെ വരുമ്പോൾ എന്നെ അത് കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പിന്നെ മാനേജറിനല്ല ഇത് തന്നിരിക്കുന്നത്. ഇതാണ് ഒരു മാനേജർ ജോലി, അല്ലാതെ ഞാനൊരു ഡിസിഷൻ മേക്കർ അല്ല. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ഇപ്പോൾ എന്താണ് മുൻ മാനേജർ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിതിൻ, കേൾക്കാമോ? ഇൻഫോപാക് പോലീസിന് പരാതി കൊടുത്തതിന് പിന്നാലെ ആ പരാതി തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ആരോപണം തള്ളിക്കൊണ്ട് ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. 2018 മുതൽ PR എന്ന നിലയിൽ പരിചയപ്പെട്ടിരുന്നു. അതല്ലാതെ പേഴ്സണൽ മാനേജറായി നിയോഗിച്ചിട്ടില്ല, ഔദ്യോഗികമായി നിയമിച്ചിട്ടില്ല എന്നായിരുന്നു ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം. മാത്രമല്ല, ഉണ്ണി മുകുന്ദൻ തനിക്കെതിരെ നിരന്തരമായി അപവാദ പ്രചരണം നടത്തുന്നു. താൻ അറിയാതെ തനിക്ക് ഒരു നടിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. മാത്രമല്ല 5 വർഷം ഡേറ്റിലെന്ന പ്രചരണം ഈ വിപിൻ കുമാർ നടത്തിയെന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ മുൻ മാനേജർ കൂടിയായ പരാതിക്കാരൻ വിപിൻ കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. തനിക്ക് അത്തരത്തിൽ എന്തിനു വേണ്ടി അങ്ങനെ ഒരു പ്രചരണം നടത്തേണ്ട ആവശ്യം? ഉണ്ണി മുകുന്ദന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അറിവില്ലാതെ താൻ ആർക്കും വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടില്ല. മാത്രമല്ല, ഈ വാദമെല്ലാം തന്നെ പൂർണ്ണമായും കള്ളമാണ്. പല പ്രൊജക്ടുകളിലും തന്നെ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ ചുമതലപ്പെടുത്തിയിരുന്നു. അത്തരം ആ ഒരു ദൗത്യം അല്ലെങ്കിൽ അത്തരം ചുമതല താൻ നിർവഹിച്ചു. എന്നാൽ മാർക്കോയ്ക്ക് ശേഷം കൂടുതൽ പ്രൊജക്ടുകൾ ഉണ്ണി മുകുന്ദനെ തേടിയെത്തിയിട്ടില്ല. ഒരു മാർക്കോയ്ക്ക് ശേഷം ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ചിത്രം അത് പരാജയപ്പെട്ടിരുന്നു. അതിന്റെ മാനസിക നിരാശ ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു. അത് തന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകിച്ചും മറ്റു തൊഴിലാളികളോടായിരുന്നു തീർത്തിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് തന്നെയും മർദ്ദിച്ചതെന്നാണ് ഇന്നിപ്പോൾ വിപിൻ കുമാർ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ പരാതിക്ക് പിന്നാലെ താൻ സൈബർ ആക്രമണം നേരിടുന്നു, നിരന്തരമായി തന്നെ ഈ ആക്രമണം നേരിടുന്നു. അന്ന് മർദ്ദനമേറ്റ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ഉണ്ണി മുകുന്ദൻ DGPക്കും ADGPക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇൻഫോപാർക്ക് പോലീസിന്റെ അന്വേഷണത്തോട് തൃപ്തികരമാണ്. കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, ശരിയായ ദിശയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ വിപിൻ കുമാർ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഫെഫ്കയും അമ്മയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഫെഫ്ക മറ്റന്നാൾ തിങ്കളാഴ്ച വിപിൻ കുമാറോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും. തനിക്ക് മർദ്ദനമേറ്റു, ഈ നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഇതിനെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിലാണ് തനിക്ക് മർദ്ദനമേറ്റ എന്നൊരു പ്രതികരണമാണ് വിപിൻ കുമാർ നേരത്തെ 24നോട് നൽകിയിരിക്കുന്നത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും. മാത്രമല്ല, തന്നെ അറിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം അത് ഈ കേസ് വന്നതിന് പിന്നാലെ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു സമീപനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശരി, ഉണ്ണി മുകുന്ദൻ പറഞ്ഞതിൽ ചില വിശദീകരണങ്ങളുമായാണ് മുൻ മാനേജർ വിപിൻ കുമാർ 24 പ്രതിനിധി നിതിൻ അംബുജനോട് സംസാരിച്ചത്.